ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ ബനാന പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതിനായിട്ട് 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത പഴം തന്നെ എടുക്കുക, നല്ല പഴുത്തിട്ടുള്ള പഴം. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ടയും ഇതിനോടൊപ്പം തന്നെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാല് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്താം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ബ്ലെൻഡ് ചെയ്യണം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. ചൂടോടെ തന്നെ ഒഴിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് വേഗം തന്നെ ഒഴിച്ചുകൊണ്ട് നമുക്കിത് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചുകൊണ്ട് അരിച്ചിട്ട് ഒഴിക്കാം. ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. അരിപ്പ ഉപയോഗിച്ച് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും പഴത്തിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കിത് ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം ഒരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 30-35 മിനിറ്റാണ് ഇത് വേവാനെടുക്കുന്ന സമയം. നമുക്കിത് നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 30-35 മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇറുക്കിലോ എന്തെങ്കിലും വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. തണുത്തതിന് ശേഷം മറിച്ചിടുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.